വീട്ടമ്മമാർക്ക് ജോലി എളുപ്പമാക്കാനുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സമയമുള്ളപ്പോൾ അരിപ്പൊടി കൊണ്ട് ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചാൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കുള്ള സ്നാക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സൂപ്പ് കഴിക്കുന്നവർക്കാണെങ്കിൽ അതും നമ്മൾക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കറി നമ്മളുടെ കയ്യിലുള്ള സമയത്ത് ഒന്ന് ആവി കയറ്റിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് കഴിക്കാനുള്ള മീലും റെഡിയാക്കി എടുക്കാം. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു മീൽ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ വളരെ എളുപ്പമാകും. അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള ഈ ട്രിക്ക് എന്താണെന്ന് നോക്കാം. കുഴിവുള്ള ഒരു ബൗളിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത്. നല്ല വറുത്ത പച്ചരിപ്പൊടിയില്ലേ, അതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പപ്പൊടി, ഇടിയപ്പപ്പൊടിക്കൊക്കെ എടുക്കുന്നത്. ആ പൊടി നമുക്ക് ഈ ബൗളിലേക്ക് 4 കപ്പ് അളന്നെടുക്കാം. ഇപ്പോൾ 4 കപ്പ് അരിപ്പൊടി ഞാൻ ഈ ബൗളിലേക്ക് അളന്നിട്ടിട്ടുണ്ട്. ഈ കപ്പിൽ തന്നെ നമ്മൾ വെള്ളവും അളന്നെടുക്കണം. 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. നിങ്ങൾ ഏത് അളവ് പാത്രമാണ് എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ വെള്ളം എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ 6 കപ്പ് വെള്ളമാണ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മാവ് ചേർത്ത് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് ഫ്ലെയിം മാറ്റണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ചൂടാക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. ഇപ്പം നമ്മൾ 4 മിനിറ്റ് ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ മാവ് നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ട് കുഴച്ച് കൊടുക്കാം. പിന്നെ ഇത് ആറിയതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. 5 മിനിറ്റ് ഈ ചൂടിൽ തന്നെ ഇങ്ങനെ തന്നെ വെക്കുക. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഈ മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല. ആ പാകത്തിൽ നമ്മളിത് വാട്ടിയെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. കൂടുതൽ തണുത്ത് പോകണ്ട, നേരിയ ചൂടിൽ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത്രയും മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു ചപ്പാത്തി പലകയിലേക്ക് കുറേശ്ശെ എടുത്തിട്ടാണ് തേച്ച് കുഴക്കാൻ പോകുന്നത്. ഇത് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി പലകയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലുമോ പലകയിലേക്ക് പുരട്ടിയതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കണം. കുറേശ്ശെ മാവെടുത്ത് കുഴക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തേച്ച് കുഴക്കാൻ പറ്റും. നന്നായിട്ട് തേച്ച് കുഴച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നീളത്തിൽ, എത്ര നീളത്തിൽ നേരിയതായിട്ട് വേണമെങ്കിലും ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. നീട്ടി നീട്ടി നമുക്ക് കൊടുക്കാം. മാവ് നന്നായിട്ട് വാടിയതായിരിക്കണം. അതുപോലെ നല്ലതുപോലെ തേച്ച് കുഴച്ചാൽ ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ആദ്യം കുഴച്ചതെല്ലാം ഇതേപോലെ കട്ട് ചെയ്താണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾക്ക് ഈ 4 കപ്പ് പൊടി കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. തേച്ച് കുഴച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പൊടി തൂവിയ പാത്രത്തിലേക്ക് ഈ കട്ട് ചെയ്തത് മാറ്റാം. എന്നിട്ട് ബാക്കി കൂടി നമുക്കിതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അരിപ്പൊടിയാണ് കേട്ടോ തൂവേണ്ടത്. ഇതുപോലെ വേഗം വേഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചതിൻ്റെ കൂടെ തന്നെ ഇതെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് അരിമാവ് തൂവി കൊടുക്കാം. എന്നിട്ട് ഈ കഷ്ണങ്ങളിലൊക്കെ ഈ അരിമാവ് ഒന്ന് പറ്റിച്ചെടുക്കണം. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു സിപ്പ് ലോക്ക് കവറിലാണ് ഇതാക്കിയിരിക്കുന്നത്. അതിനുശേഷം ലോക്ക് ചെയ്ത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതെടുത്തൊന്ന് അടർത്തി മാറ്റിയാൽ
കട്ട പിടിക്കാതെ ഇരിക്കും. ഇനി ബാക്കിയുള്ള മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ കുഴച്ച് റൈസ് കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നീളത്തിൽ ഉരുട്ടെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കുറച്ച് വലിയ രീതിയിലുള്ള റൈസ് കേക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വലിയ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ഒരു കഷ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രമാത്രം വേണോ അതനുസരിച്ചാണ് ഇത് ഉണ്ടാക്കി വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഉള്ളിൽ ശർക്കരയും തേങ്ങയും വെച്ചതോ അല്ലെങ്കിൽ ഫില്ലിങ് വെച്ചോ നമുക്ക് ആവിയിൽ വേവിച്ചോ അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചോ എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടി തൂവിയതിന് ശേഷം പൊടി പറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇത് നേരത്തെ പോലെ തന്നെ നമ്മൾ സിപ്പ് ലോക്ക് കവറിലാക്കി സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ അമ്മമാർക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചും ഡിന്നറൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഗ്രേവിയുള്ള ഒരു കറി ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് വേവിച്ചൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത സെറ്റിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ ബാറ്ററായിട്ടാണ്. അതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്തതിന് ശേഷം കുഴച്ച് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് അരിമാവ് ഇതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുക്കാം. നേരത്തെ പോലെ തന്നെ നമുക്ക് അരിപ്പൊടി തൂവി പൊടി പറ്റിച്ചെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനുള്ള സ്നാക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ കശുവണ്ടി വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കൊടുക്കാൻ എളുപ്പമാകും. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിൽ നമ്മൾ എന്താണോ സ്റ്റഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റഫ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത്. ഞാനിപ്പോൾ കവറിലാക്കി വെക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ കാഷ്യൂസ് വെച്ച് സ്റ്റഫ് ചെയ്തിട്ടേ വെക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. കുഴച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് വീണ്ടും നേരിയതായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പോൾ 4 എണ്ണമാണ് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഇതുപോലെ ഉരുട്ടിയൊക്കെ എടുക്കേണ്ടത്. ഞാനിതിപ്പോൾ 4 എണ്ണമായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. 2 പേരുള്ളതാണെങ്കിൽ ഇത് 2 എണ്ണം നമുക്ക് എടുത്താലും മതിയാകും ഒരു പ്രാവശ്യത്തേക്ക്. ഇത് നമുക്ക് ഇലയടയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിലിട്ടിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് കേട്ടോ. ഇതിലും അല്പം മാവ് നമുക്ക് പറ്റിച്ചു കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ കവറിലാക്കി ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 4 കപ്പ് പൊടി കൊണ്ട് നമ്മളിപ്പോൾ എത്ര തരത്തിലുള്ള പലഹാരമാണ് കവറിലാക്കിയത്. സ്നാക്കായിട്ടുള്ളതും അതുപോലെ മീലായിട്ടുള്ളതും നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചു. നമുക്ക് ആവശ്യമനുസരിച്ച് അത് എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ എടുത്തത് കുഴച്ച മാവിൽ ബാക്കി വന്നതാണ്. ഇത് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇത് നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാസ്തയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീട്ടമ്മമാർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 2-3 മണിക്കൂർ ചെലവഴിച്ചാൽ നമുക്ക് ഒരാഴ്ച അധികം കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും അതുപോലെ ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് തയ്യാറാക്കേണ്ട താമസമുള്ളൂ. ഇപ്പോൾ അവസാനം ഉണ്ടായ മാവ് കൊണ്ട് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മാവ് ഒന്ന് പറ്റിച്ചെടുക്കാം. ഇത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പ് കഴിക്കുമ്പോഴേക്കും ഇതും കുറച്ചുകൂടി ചേർത്തുണ്ടാക്കിയാൽ നമ്മൾക്ക് വയറ് നിറയും. ഹെൽത്തി ആയിട്ടുള്ള ആ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പ് മാത്രം കഴിച്ചാൽ മതിയാകും. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ സൂപ്പിലും ടൊമാറ്റോ സൂപ്പിലും ഒക്കെ ചേർത്ത് കഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റാണ്. സൂപ്പിൽ മാത്രമല്ല കേട്ടോ, നമുക്കിത്
ഗ്രേവിയുള്ള കറികളിൽ ചേർത്ത് കഴിക്കാം. അതുപോലെ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് പാസ്തയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. 4 കപ്പ് അരിമാവ് കൊണ്ടാണ് നമ്മൾ ഈ റൈസ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രീസറിലാണ് വെക്കേണ്ടത്. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കണം. അത് കവറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം എടുക്കാൻ. കവറിൽ തന്നെ വെച്ചിട്ട് ഐസ് പോകാൻ നിന്നാൽ അത് കുതിർന്നു പോകും. ഐസ് വെള്ളം എല്ലാം അതിന്മേ പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പുറത്തെടുത്തു കഴിഞ്ഞാൽ കവറിൽ നിന്ന് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വേണം അതിൻ്റെ തണുപ്പ് പോകാൻ വെക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഈ കവറിലുള്ളത് നമുക്ക് മുഴുവനായിട്ട് വേണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പുറത്തേക്കൊരു പാത്രത്തിൽ മാറ്റിയിട്ട് വീണ്ടും അത് സിപ്പ് ലോക്ക് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് തിരികെ വയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കവറ് പുറത്തെടുത്ത് അതിനുള്ളിലുള്ളതൊന്ന് അടർത്തി മാറ്റിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് കട്ട പിടിക്കാതെ ഇരിക്കും. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കാം. ഫ്രീസറിൽ സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൂരിയുടെ പാക്കറ്റ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ ദിവസത്തേക്ക് നമുക്ക് പൂരി എങ്ങനെ സ്റ്റോക്ക് ചെയ്യാമെന്നുള്ളത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൂരി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. കാണാത്തവർ ആ വീഡിയോ നോക്കി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അരിപ്പൊടി കൊണ്ടും ഇതുപോലുള്ള ട്രിക്ക് നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ജോലി വളരെ എളുപ്പമാകും. എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഇതിലും കൂടുതൽ നമുക്ക് വേണമെങ്കിൽ തയ്യാറാക്കി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പിറ്റേ ദിവസം എടുക്കുകയാണ്. നിങ്ങൾക്കൊരു റെസിപ്പി കാണിച്ചു തരണമല്ലോ. ഞാൻ പിറ്റേ ദിവസം എടുക്കുന്നത് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പതിയെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടർത്തി എടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന അവസരത്തിൽ ഇത് പുറത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം ഡീഫ്രോസ്റ്റ് ആകാൻ വെക്കാനായിട്ട്. തണുപ്പൊക്കെ ഒരുവിധം മാറിയിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനാട്ടോ. ഇനി നമുക്കൊരു കടായിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഏതെങ്കിലും ഓയിൽ, റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതി. ഇതിലേക്ക് 3 ഗ്രീൻ അണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി സോട്ടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഒന്ന് ചൂടായി അതിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കവും ക്യാരറ്റും 1 ടേബിൾ സ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. 2 പേർക്കുള്ള സൂപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി. ഇതിലേക്ക് ക്യാബേജ്, ബ്രൊക്കോളിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒത്തിരി വെന്ത് പോകണ്ട. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചിക്കനൊക്കെ ചേർത്ത് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് 3 കപ്പ് വെള്ളം ചേർത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന റൈസ് കേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. തണുപ്പൊക്കെ മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം മുകളിൽ പൊന്തി വരും. ആ പാകം വരെ നമ്മളിത് തിളപ്പിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ കുറുകി തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളക്കുന്നുണ്ട്. സൂപ്പ് നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഗ്രീൻ അണിയൻ്റെ ഗ്രീൻ ഭാഗം ചേർത്ത് കൊടുക്കാം. 3 ചെടിയാണ് ഞാൻ എടുത്തത് കേട്ടോ ഗ്രീൻ അണിയൻ്റെ. അതിൻ്റെ വൈറ്റ് ഭാഗമാണ് നമ്മൾ ആദ്യമേ വാട്ടി നമ്മൾ സൂപ്പിൽ ചേർത്തത്. അവസാനമായിട്ട് ഈ ഗ്രീൻ അണിയൻ്റെ ഗ്രീൻ ഭാഗം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കിയാൽ ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല, കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ടാണ് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ, വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിന്നറിനും ഈ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഈ സൂപ്പ് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ ഡെയിലി നിങ്ങൾക്ക് സൂപ്പ് വേണമെന്ന് പറയും. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ റൈസ് കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇതുപോലെ സൂപ്പോ അതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്